തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിച്ചേക്കാമെന്ന അഭിപ്രായം ആവർത്തിച്ച് കവി കെ സച്ചിദാനന്ദൻ. ബംഗാളിലെ അനുഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓർക്കണം. വർഗീയമല്ലാത്ത വലിയ ന്യൂനപക്ഷം കേരളത്തിലുണ്ട്. അവരെ പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല. ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വച്ചിട്ടാണ്. എങ്ങനെയാണ് പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത ആളുകളും പ്രവർത്തകരുമൊക്കെ അതിലേക്ക് കടന്നു വരുന്നത്. അവർ ക്രമേണ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ആ തരത്തിലൊരു തകർച്ച ഇടതുപക്ഷത്തിനും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറാകണം, പ്രതിപക്ഷത്തിരുന്നുകൊണ്ടുള്ള സജീവമായ പ്രവർത്തനം നടത്താൻ. നടരാജ് പരശുറാം തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. നടരാജ്, എങ്ങനെയാണ് സച്ചി മാഷ് തന്റെ നിലപാട് വിശദീകരിക്കുന്നത്? കഴിഞ്ഞ ദിവസം തന്റെ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. അതും തുടർഭരണം വേണ്ട എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. 2 തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത്. കോൺഗ്രസുകാരാണ് ഭരിക്കുന്നതെങ്കിലും താൻ ഈ അഭിപ്രായം തന്നെ പറയുമെന്നും അദ്ദേഹം പറയുന്നു. ജനാധിപത്യത്തെ ജനാധിപത്യമാക്കുന്നത് പ്രതിപക്ഷമാണെന്നും പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂട്ടാനുള്ള വഴിയാണെന്നും സച്ചി മാഷ് പറയുന്നുണ്ട്. തുടർച്ചയായി ഭരണത്തിരിക്കുന്നത് അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിച്ചേക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ബംഗാളിലെ അനുഭവം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലെ അവസ്ഥയിലേക്ക് പോയിട്ടില്ലെന്നും വീണ്ടും ഭരണം കിട്ടിയാൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ടെന്നും സച്ചിദാനന്ദൻ പറയുന്നു. അധികാരമോഹികൾ പാർട്ടിയിൽ വന്നു ചേരും. ഇത് പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെ ഇല്ലാതാക്കും എന്നാണ് സച്ചിദാനന്ദ മാഷ് പറയുന്നത്. അതുപോലെ തന്നെ വികസനത്തിന്റെ കാര്യത്തിലും സാക്ഷരത കാര്യത്തിലും നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് പാർട്ടിയെ വിമർശിക്കാനുള്ള ഭയം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട് എന്നും സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ചർച്ചയാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അജിംഷ്.